ഒരു ദിവസം നിധിയെ കാണാനായി അവളുടെ ഡാഡി വീട് തിരക്കി ആ നാട്ടിലേക്ക് എത്തുവാണ്. അവസാനം അയാള് നിധി താമസിക്കുന്ന വീട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. നിധിയുടെ അച്ഛനെ കണ്ട് ഭാസ്കരനാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുവാണ്. ആരാടാ ഇയാള് എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോ, അച്ഛാ ഇത് നിധിയുടെ അച്ഛനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് സുഭാഷ് പരിചയപ്പെടുത്തുവാണ്. അയാളെ കണ്ട് നിധിയുടെ അച്ഛനും ആകെ ഞെട്ടി നിൽക്കുവാണ്. എന്നാൽ അവര് രണ്ടുപേരും പരസ്പരം അറിയാത്ത ഭാവത്തിൽ നിൽക്കുമ്പോ, സർ അകത്തേക്ക് വാ, ഞാൻ നിധിയെ വിളിക്കാം എന്ന് പറഞ്ഞ് സുഭാഷ് അയാളെ അകത്തേക്ക് വിളിച്ചോണ്ട് പോവാണ്. അച്ഛൻ വന്ന് നിൽക്കുന്ന കണ്ട് നിധി ആകെ പേടിച്ചു പോവാണ്. മോളെ നിനക്ക് സുഖമാണോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ, ഞാൻ സുഖമായിരിക്കുന്നു അച്ഛാ, നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുവാണ് നിധി. എന്ത് ചോദ്യാ മോളെ ഇത്, ഞാൻ എന്റെ മോളെ കാണാനല്ലേ വന്നേ എന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് നിധി പൊട്ടിക്കരഞ്ഞോണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അച്ഛൻ അകത്തേക്ക് വാ, ഇത് സുധീഷിന്റെ വീടാ എന്ന് പറഞ്ഞോണ്ട് അയാൾ അകത്തേക്ക് കൊണ്ടുവരുവാണ് നിധി. ഭിത്തിയിൽ തൂക്കി വച്ചിരിക്കുന്ന സുധീഷിന്റെ അമ്മയുടെ ഫോട്ടോ കണ്ട് ഒരു നിമിഷം അച്ഛൻ ആകെ പകച്ചു പോവാണ്. ബാക്കിയുള്ളവരുടെ മുന്നിൽ ഒന്നും അറിയാത്ത ഭാവത്തില് അയാൾ അഭിനയിക്കുന്നുണ്ട്. അയാളെ കണ്ടയുടൻ ഭാസ്കരൻ നല്ല ദേഷ്യത്തില് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്കുവാണ്. എന്താ അച്ഛാ ഇത്, ഏട്ടത്തിയുടെ അച്ഛൻ ആദ്യമായിട്ടല്ലേ വീട്ടിലേക്ക് വരുന്നേ, ആ സമയത്ത് ഒന്ന് മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ എന്ന് നികേഷ് ചോദിക്കുമ്പോ ഭാസ്കരൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അച്ഛൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സുഭാഷ് ഏട്ടാ, അച്ഛന് നല്ലൊരു ചായ ഉണ്ടാക്കോ? സുഭാഷ് ഏട്ടൻ സൂപ്പറായിട്ട് ചായ ഉണ്ടാക്കോ അച്ഛാ, അച്ഛൻ ആദ്യമായിട്ടല്ലേ വന്നേ, നല്ലൊരു ചായ കുടിച്ചിട്ടാവാം ഇനി ബാക്കി സംസാരിക്കുന്നേ എന്ന് പറഞ്ഞപ്പോ സുഭാഷ് ചായ ഇടാനായി പോവാണ്. പിന്നീട് ചായ കൊണ്ടുവന്നപ്പോ, ടീ നല്ല സൂപ്പർ ആയിട്ടുണ്ട്, ഇതുപോലൊരു ടീ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല എന്ന് അച്ഛൻ അഭിപ്രായം പറയുവാണ്. അല്ല മോളെ, ആ സുധീഷിന്റെ അച്ഛൻ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ എന്നൊന്നും അറിയാത്ത പോലെ അച്ഛൻ ചോദിക്കുമ്പോ, അച്ഛാ അദ്ദേഹം ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു എന്നാ പറഞ്ഞേ, കോവിഡിന് ശേഷം ലോറി ഓടിക്കാറില്ലത്രേ എന്ന് നിധി പറഞ്ഞു കൊടുക്കുവാണ്. എല്ലാ ദേഷ്യവും മറന്ന് ഞാൻ മോളെ കാണാൻ വന്നു. അതുപോലെ മോള് ഒരു ദിവസം സുധീഷിനെയും കൂട്ടി എന്റെ വീട്ടിൽ വന്ന് താമസിക്കണം എന്ന് അയാള് പറഞ്ഞപ്പോ നിധി വരാമെന്ന് സമ്മതിക്കുവാണ്. സുധീഷ് അത് ഇഷ്ടപ്പെടാതെ നിൽക്കുവാണ്. പിന്നീട് അച്ഛൻ സുധീഷിനെ മാറ്റി നിർത്തി അവന്റെ അടുത്ത് ദേഷ്യപ്പെടുവാണ്. നീ എന്താടാ വിചാരിച്ചത്, ഞാൻ നിന്നെ മരുമകനായി അംഗീകരിച്ചെന്നോ? ഞാനിപ്പോ അവളോട് കാണിച്ചത് ഒറിജിനൽ സ്നേഹമൊന്നുമല്ല. നീ ഇനി അത് പറഞ്ഞാലും അവൾ വിശ്വസിക്കാനും പോകുന്നില്ല. നിധിയെയും നിന്നെയും പിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്നേഹം അഭിനയിച്ച് ഇങ്ങോട്ട് വന്നേ. ഇതുപോലുള്ള വീട്ടിൽ ജീവിക്കേണ്ടവളല്ല എന്റെ മോള്. അവൾക്ക് സൂര്യയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് കുറച്ച് സാവകാശം വേണമെന്നേ ഉള്ളൂ. അവളെ ഞാൻ കൊണ്ടുപോകും, അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായത് എന്ന് അയാള് പറയുമ്പോ, പാവനിധി, അച്ഛൻ്റേത് ഒറിജിനൽ സ്നേഹമാണെന്ന് കരുതി സന്തോഷിച്ചിരിക്കും അവള്. നിങ്ങൾ ഇത്രയും ദുഷ്ടനായല്ലോ, നിങ്ങളുടെ ഉദ്ദേശം ഒരിക്കലും നടക്കില്ല. ഞാനും നിധിയും ഒരിക്കലും പിരിയില്ല. ആ സൂര്യൻ നിധിയെ കാത്തിരിക്കുന്നത് വെറുതെ ആവും. ഞങ്ങളാ ഒരുമിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞ് സുധീഷ് അയാളെ യാത്രയാക്കുവാണ്. പിന്നീട് നിധിയുടെ അച്ഛനും സുധീഷിന്റെ അച്ഛനും തമ്മിൽ സംസാരിക്കുന്നത് നിധി ദൂരെ നിന്ന് നോക്കുവാണ്. അയാള് പോയ ശേഷം ഭാസ്കരനാണെങ്കിൽ ഭിത്തിയിൽ തൂക്കി വെച്ച അമ്മയുടെ ഫോട്ടോ നോക്കി പൊട്ടിക്കരയുന്നുണ്ട്. ഇതൊന്നും കാണാനും കേൾക്കാനും എന്റെ ശാന്തി ഇവിടെ ഇല്ലാതായി പോയല്ലോ. എന്റെ മക്കളെല്ലാം വളരെ സന്തോഷത്തിലാ ജീവിക്കുന്നത്. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞു. അവൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണാ ഇവള്. വീട് അടിമുടി മാറ്റി. അവള് വന്ന ശേഷം ഈ വീട്ടില് ഒരു മഹാലക്ഷ്മി കയറിയ ഫീലാ. ഇതൊന്നും കാണാതെ നീ എന്നെ വിട്ടുപോയില്ലേ ശാന്തി എന്നു പറഞ്ഞ് ഭാസ്കരൻ പൊട്ടി കരയുവാണ്. ആ നേരത്ത് നിധി അങ്ങോട്ട് വരുന്നുണ്ട്. എന്തുപറ്റി? എന്റെ അച്ഛനോട് സംസാരിച്ചേ പിന്നെ വളരെ ദുഃഖത്തോടെയാണല്ലോ. ഇപ്പോ ഫോട്ടോ നോക്കി എന്തൊക്കെയോ പറയുന്നു. ആരുടെ ഫോട്ടോ നോക്കിയാ അച്ഛൻ കരയുന്നേ? എന്താ എന്റെ അച്ഛൻ സംസാരിച്ചേ? കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ, എന്താ പ്രശ്നമെന്നൊക്കെ നിധി ചോദിക്കുവാണ്. ഞാനേ വേറെ ആരുടെയും ഫോട്ടോ നോക്കിയല്ല മോളെ കരയുന്നേ, സുധീഷിന്റെ അമ്മയുടെ ഫോട്ടോ നോക്കിയാ എന്ന് അച്ഛൻ പറയുമ്പോ, എന്തുപറ്റി? പെട്ടെന്ന് ഭാര്യ സ്നേഹം വന്നോ എന്ന് ചോദിക്കുവാണ് നിധി. അതല്ല മോളെ, ഇപ്പൊ ഈ വീട്ടിലെ സന്തോഷം കാണുമ്പോ എനിക്ക് അവളെ ഓർത്ത് സങ്കടം വന്നുപോയി. അവള് ഈ വീട്ടിൽ ജീവിക്കേണ്ടവളല്ലേ, പക്ഷെ അവള് ഇവിടെ നിന്നും പോയതും ഒരു കണക്കിന് നന്നായി എന്ന് അച്ഛൻ മറുപടി കൊടുക്കുവാണ്. എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നേ? ഇവിടെ ഉണ്ടായ എന്താ പ്രോബ്ലം എന്ന് നിധി ചോദിക്കുമ്പോ, അത് മോളെ, നിന്റെ അച്ഛൻ ചെയ്ത തെറ്റ് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. ഞാൻ അതൊക്കെ മറന്ന് അയാളെ ഇന്ന് ഈ വീട്ടിൽ കയറാൻ സമ്മതിച്ചു. അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് കഷ്ടം തോന്നുന്നു. എന്റെ ഭാര്യക്ക് അതൊന്നും ഇഷ്ടമായിട്ടുണ്ടാവില്ല. എന്നാലും നീ ഈ വീട്ടിലെ മരുമകളായി വന്നവളല്ലേ, അത് ഓർത്ത് മാത്രമാണ് ഞാൻ ഒന്നും പറയാതിരുന്നേ എന്നച്ഛൻ പറയുവാണ്. എന്താ അച്ഛാ പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയുന്നേ? എന്റെ അച്ഛൻ വന്നാ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ് നിധി.
ഞാൻ പറയരുതെന്ന് വിചാരിച്ചതാ. എന്നാ പറയേണ്ട സമയമായി മോളെ. നിന്റെ അച്ഛൻ അത്ര നല്ലവനൊന്നും അല്ലാന്ന് മോളോട് പറയേണ്ട നേരമായി. ഇത് ഞാൻ ഇന്ന് പറഞ്ഞേ പറ്റൂ എന്ന് അച്ഛൻ പറയുമ്പോ, എന്താ അച്ഛൻ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നിധി പറയുവാണ്. എല്ലാം പറയാം മോളെ. സുധീഷിന്റെ അമ്മ മോളുടെ ചെറിയമ്മയായിട്ട് വരും. മോളുടെ അച്ഛൻ സുധീഷിന്റെ സ്വന്തം അമ്മാവനാണ്. നിധി, ഈ വീട്ടിൽ ആർക്കും ഇത് അറിയില്ല. മോൾ ആരോടും പറയാൻ നിൽക്കണ്ട. അച്ഛൻ ഈ വീടിനകത്ത് കാലുകുത്തിയ നിമിഷം ആ സത്യം ഞാൻ മനസ്സിലാക്കി. അത്രത്തോളം ദ്രോഹം ചെയ്തിട്ടുണ്ട് സുധീഷിന്റെ അമ്മയോട് ചെയ്തു വച്ചിരിക്കുന്നേ എന്ന് അച്ഛൻ പറയുമ്പോ, എന്താ ഈ പറയുന്നേ? കുടിച്ചിട്ട് വന്ന് ബോധമില്ലാതെ ഓരോന്ന് പറയുന്നതല്ലേ? എന്റെ അച്ഛൻ അത്രയും ദ്രോഹമൊക്കെ ചെയ്യോ? സുധീഷിന്റെ മാമനാണത്ര എന്റെ അച്ഛൻ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ അച്ഛാ എന്ന് ചോദിക്കുവാണ് നിധി. ഞാൻ കുടിച്ചിട്ടല്ല മോളെ പറയുന്നേ. ഒരു തുള്ളി പോലും ഞാൻ ഇന്ന് തൊട്ടിട്ടില്ല. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. മോളുടെ ജീവിതത്തിൽ സംഭവിച്ച കഥയിലെ ഏതാണ്ട് അതുപോലെ ഒരു കഥ സുധീഷിന്റെ അമ്മയുടെ ജീവിതത്തിലും നടന്നിട്ടുണ്ട്. സുധീഷിന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു മോൾ അച്ഛനെ ഉറപ്പിച്ചത്. അതും 6 മാസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ള ഒരു രോഗിയായ ഒരുത്തനുമായിട്ട്. ശാന്തിക്ക് ആ കല്യാണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും മോളുടെ അച്ഛൻ അത് നടത്താൻ തന്നെ തീരുമാനിച്ചു. എന്താ കാരണം എന്നറിയോ? ആ പയ്യന് അവന്റെ അച്ഛനും അമ്മയ്ക്കും കൂടി ഒരേ ഒരു മോനായിരുന്നു. അവനായിരുന്നു കോടിക്കണക്കിന് സ്വത്ത് കിട്ടാൻ പോകുന്നത്. അവൻ 6 മാസത്തിനുള്ളിൽ മരിച്ചു പോയാലും അവന്റെ സ്വത്തൊക്കെ ഭാര്യയായ ശാന്തിക്ക് കിട്ടുമല്ലോ. മോളുടെ അച്ഛൻ അത് മനസ്സിലാക്കി. അതിന് സ്വന്തം പെങ്ങളുടെ ജീവിതം ബലി കൊടുക്കാൻ അയാൾ അങ്ങ് തീരുമാനിച്ചു എന്ന് അച്ഛൻ പറയുമ്പോ, എന്താ 6 മാസത്തിൽ മരിച്ചു പോകുന്ന ഒരാൾക്ക് സ്വന്തം പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ എന്റെ അച്ഛൻ തീരുമാനിച്ചെന്നോ എന്ന് നിധി ചോദിക്കുവാണ്. അതെ മോളെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് എങ്ങനെയോ അറിഞ്ഞ സുധീഷിന്റെ അമ്മ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഒരുപാട് കരഞ്ഞു. പക്ഷെ മോളുടെ അച്ഛൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇപ്പൊ എന്താടി, അവൻ മരിച്ചുപോയ 6 മാസം കഴിഞ്ഞ് മറ്റൊരു കല്യാണം നിനക്ക് കഴിക്കാലോ. അത് ഞാൻ നടത്തി തരാം. സ്വത്ത് നമ്മുടെ കയ്യിലെത്തട്ടെ. കോടിക്കണക്കിന് സ്വത്തുക്കള് ആരെങ്കിലും വിട്ട് കളയോ? അതും ഈ നിസ്സാര കാര്യം എന്ന് പറഞ്ഞ് ഒരു തരി മനസ്സാക്ഷി പോലും ഇല്ലാതെ അയാൾ ആ കല്യാണം നിശ്ചയിച്ചു. എന്നാ അവൾക്കത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു മോളെ. എടാ ദുഷ്ട, നീയൊക്കെ എന്റെ കൂടെ പിറന്ന ഏട്ടൻ തന്നെയാണോ? മരിക്കാൻ പോകുന്നവൻ എന്നറിഞ്ഞിട്ടും അവന്റെ സ്വത്തുക്കള് മോഹിച്ച് എന്നോട് കഴുത്ത് നീട്ടി കൊടുക്കാൻ പറയുന്നോ? എന്നിട്ടോ സ്വത്തുക്കളൊക്കെ കിട്ടിയ ശേഷം ഇനി ഒരു 6 മാസം കഴിഞ്ഞ് മറ്റൊരാളെ കല്യാണം കഴിപ്പിക്കാമെന്ന് പറയുന്നു. എങ്ങനെയാ ഏട്ടാ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മനസ്സ് വന്നത്? അങ്ങനെ ചോദിച്ച ശാന്തി ഏട്ടനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്നാ മോളുടെ അച്ഛൻ അവളെ പിടിച്ചു വലിച്ച് റൂമിൽ പൂട്ടിയിടുകയാ ഉണ്ടായത്. എന്റെ പെങ്ങളെ മോനെ കെട്ടിച്ചു കൊടുക്കാമെന്ന് അവൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത്രേ. നീ ഇനി എന്തു പറഞ്ഞാലും ഇതിൽ നിന്നും പിന്മാറാൻ പറ്റില്ല എന്നാ അയാള് പറഞ്ഞേ. അയാള് കല്യാണത്തിന് പുടവ വരെ എടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി മോളെ. എന്നാ മോളുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇക്കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അവര് കുടുംബമഹിമയും അന്തസ്സുള്ള കുടുംബക്കാരാണെന്നാ വിചാരിച്ചത്. എല്ലാം മോളുടെ അച്ഛൻ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നതാണ്. ഇക്കാര്യം അവരോട് പറഞ്ഞ അച്ഛന്റെ അമ്മയുടെ മനസ്സ് വിഷമിക്കുമല്ലോ എന്ന് വിചാരിച്ച് സുധീഷിന്റെ അമ്മയും അത് അവരോട് പറയാൻ പോയില്ല. അവരുടെ കുടുംബക്കാരെല്ലാവരും കല്യാണപ്പുടവ എടുക്കാൻ പോയ നേരത്ത് ശാന്തി കഥകില് തട്ടാൻ തുടങ്ങി. ഞാൻ ആ ടൈമില് മോളുടെ വീട്ടിലെ ലോറി ഡ്രൈവർ ആയിരുന്നല്ലോ. കഥക് തട്ടുന്ന സൗണ്ട് കേട്ട് ഞാൻ ഓടി വന്ന് അകത്തേക്ക് പോയി കഥക് തുറക്കാൻ ശ്രമിച്ചു. പിന്നീട് പുറത്തേക്ക് വന്ന് ശാന്തി എല്ലാം തന്നെ തുറന്നു പറഞ്ഞു. മോളെ, എനിക്കിഷ്ടമല്ലാത്ത കല്യാണമാണ്. എല്ലാം എന്റെ ഏട്ടന്റെ പ്ലാനാണ്. പക്ഷെ ഈ കല്യാണം നടന്നാല് ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു. എന്നാൽ ഒരു കാര്യം കൂടി അവൾ എന്നോട് തുറന്നു പറഞ്ഞു. ലോറി ഡ്രൈവറായി ഞാൻ ജോലിക്ക് വന്ന ശേഷം എന്നെ കണ്ട ശേഷം അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയത്രേ. ആ ഇഷ്ടം വീട്ടിൽ പറഞ്ഞ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അത് പറയാൻ വന്നില്ല. എന്റെ ലൈഫ് നന്നായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഈ ചതിയിൽ നിന്നും രക്ഷിക്കണമെന്ന് അവൾ കരഞ്ഞു പറഞ്ഞപ്പോ എന്റെ മനസ്സലിഞ്ഞു. ഞാൻ രക്ഷിക്കാമെന്നും അവളെ കെട്ടാമെന്നും സമ്മതിച്ചു. അവൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് കൊടുക്കാൻ വേണ്ടി അവളുമായി ഞാൻ നാട് വിട്ടുമോളെ. അങ്ങനെ അവളുമായി ഞാൻ എന്റെ സ്വന്തം നാട്ടിലെത്തി. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവളുടെ ആങ്ങള ഞങ്ങളെ അന്വേഷിച്ച് ഈ നാട്ടിലേക്ക് വരാൻ നിന്നതാ. അപ്പോഴാണ് മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞത്, നീ സ്വത്തിന് വേണ്ടിയല്ലേ പെങ്ങളുടെ വിവാഹം നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന്. 6 മാസത്തിനുള്ളിൽ മരിക്കാൻ പോകുന്നവന് ഞങ്ങളുടെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ നീ തീരുമാനിച്ചില്ലേ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. സ്വത്തിന് വേണ്ടിയല്ലടാ നീ അവളെ നിർബന്ധിച്ച് ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചത്. എന്നാ നീ കേട്ടോ, ഈ വീട്ടിലെ എല്ലാ സ്വത്തുക്കളും കൂടി നീ തന്നെ എടുത്തോ. ഞങ്ങളുടെ മോൾക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ അവള് ജീവിച്ചോട്ടെ, ഒളിച്ചോടി പോയിട്ടോ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അവൾ ഇനി സമാധാനായി ഏതെങ്കിലും നാട്ടിൽ ജീവിക്കും. പക്ഷെ സ്വത്തുക്കൾ കിട്ടിയ നീ
ഒരു ചില്ലിക്കാശ് പോലും അവൾക്ക് കൊടുക്കേണ്ടതില്ല. പക്ഷെ അവളെ ഉപദ്രവിക്കാൻ പാടില്ല. അവള് നന്നായി ജീവിക്കട്ടെ. മോളുടെ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതോടെയാണ് മോളുടെ അച്ഛനൊന്ന് അടങ്ങിയത്. അതിനുശേഷം ഞങ്ങളെ അന്വേഷിക്കാൻ വരാതായി. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. ഞങ്ങൾക്ക് 3 മക്കൾ ജനിച്ചു എന്ന് അച്ഛൻ പറയുമ്പോ കുറച്ച് സ്വത്തിന് വേണ്ടി സ്വന്തം കൂടെ പിറന്ന അനിയത്തിയെ 6 മാസത്തിനുള്ളിൽ മരിക്കാൻ പോകുന്ന ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ എന്റെ ഡാഡിക്ക് തോന്നിയല്ലോ അച്ഛാ. എന്തൊരു നീചന എന്റെ ഡാഡി. എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ കാര്യമാണ് നിധി. നേരത്തെ മോളുടെ അച്ഛൻ വീട്ടിൽ വന്നില്ലേ? ആ സമയത്ത് അയാളുടെ ഷർട്ടിന് പിടിച്ച് ഞാൻ ചോദിച്ചേനെ. എങ്കിൽ അയാള് തത്ത പറയുന്ന പോലെ എല്ലാ സത്യങ്ങളും മോളോട് പറഞ്ഞേനെ. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ ഞാനത് ചോദിക്കാതിരുന്നത്. മോളെ വിചാരിച്ചു മാത്രമാണ്. മോൾ എന്ത് തെറ്റാ ചെയ്തേ? അച്ഛനല്ലേ തെറ്റ് ചെയ്തിട്ടുള്ളൂ. മോള് നിരപരാധിയല്ലേ? ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ മാത്രം ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചതാ. പക്ഷെ മോളുടെ ഡാഡി മോൾ അറിയാതെ എന്റെ അടുത്ത് വന്ന് ബ്ലാക്ക്മെയിൽ വരെ ചെയ്തു. എടാ, നീ ഒരിക്കൽ എന്റെ പെങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതല്ലേ? ഇപ്പൊ നിന്റെ മകനാണല്ലേ എന്റെ മകളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നേ. നിന്റെ മോൻ ഒരിക്കലും എന്റെ മോളുടെ കൂടെ സന്തോഷായി ജീവിക്കില്ലടാ. അതിന് നിന്റെ കുടുംബത്തെ മൊത്തം ഞാൻ ഇല്ലാതാക്കിയിരിക്കും എന്നൊക്കെ ആരും കാണാതെ മോളുടെ ഡാഡി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനിയും മോൾക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു ഫോട്ടോ കൂടി കാണിക്കാം. സുധീഷിന്റെ അമ്മ എന്റെ കൂടെ ഒളിച്ചോടി വരുമ്പോ കൊണ്ടുവന്ന ഫോട്ടോയാ ഇത്. മോളുടെ ഡാഡിയും സുധീഷിന്റെ അമ്മയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാ ഇത്. മോളുടെ ഡാഡി എത്ര ദുഷ്ടനായാലും ശാന്തിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആങ്ങള സ്നേഹം കൊണ്ടാ വീട് വിട്ടു വരുമ്പോ ഈ ഫോട്ടോ കൂടി കൊണ്ടുവന്നത്. ഞാനിത് ആർക്കും കാണാതെ സൂക്ഷിച്ചു വച്ചിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞ് അത് നിധിക്ക് കാണിച്ചു കൊടുക്കുവാണ് അച്ഛൻ. ആ ഫോട്ടോ കണ്ട് ആകെ ഷോക്കായി നിൽക്കുവാണ് നിധി.